കൊല്ലം ചവറയിൽ വ്യാജ ആധാർ രേഖകളുമായി താമസിച്ച 2 ബംഗ്ലാദേശ് പൗരന്മാർ പിടിയിൽ. മിലൻ ഖാൻ, ഭാര്യ മുകുൾ ഗൻറ്റൽ എന്നിവർ ആണ് പിടിയിലായത്. മിലൻ ഖാന്റെ പക്കൽ നിന്ന് കൊല്ലം മേൽവിലാസത്തിലുള്ള ആധാർ കാർഡ് കണ്ടെത്തി. ചവറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ കണ്ടെത്തിയത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിജോ, ഇവർ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടേക്ക് എത്തി ആധാർ കാർഡ് എങ്ങനെ സംഘടിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്? മഹേഷ്, നേരത്തെ തന്നെ പോലീസിന് ഇത്തരത്തിൽ ഒരു വിവരം ATSന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചവറ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ അവിടെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ സംശയം തോന്നിയവരിൽ നടത്തിയ പരിശോധനയിലാണ് 2 പേർ ബംഗ്ലാദേശ് പൗരന്മാരാണ് എന്നുള്ള ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ധാക്ക സ്വദേശികളായിട്ടുള്ള മിലൻ ഖാൻ, ഭാര്യ മുകുൾ ഖണ്ഡൻ എന്നിവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ പോലീസിനെ തന്നെ ഞെട്ടിച്ച ഇതിൽ ഈ മിലൻ ഖാന്റെ കയ്യിൽ അവിടെ ഇത്തരത്തിലേക്ക് കൊല്ലത്തെ അഡ്രസ്സിലുള്ള ഒരു ആധാർ കാർഡ് ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാണ് ഇയാൾക്ക് ലഭിച്ചത്, ആരാണിത് നിർമ്മിച്ചു നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യൽ മാത്രമേ അതിൽ വ്യക്തമാവുകയുള്ളൂ. ഈ നീണ്ടകര ഭാഗത്തൊക്കെ ആക്രി പെറുക്കി കഴിയുകയായിരുന്നു ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ആ സംശയം തോന്നി നടത്തിയ പരിശോധനയിൽ ഈ ബംഗ്ലാദേശി ചോദിച്ചിരുന്ന കാര്യം ഇവരുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ കൈവശം ഇത്തരത്തിൽ ബംഗ്ലാദേശ് പൗരന്മാരെ തിരിച്ചറിയാൻ അതിന്റെ രേഖകളും മറ്റും ഉണ്ടായിരുന്നത്. ഇതോടുകൂടെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർ അന്വേഷണത്തിനായത് ഇപ്പോൾ നിലവിൽ ചവറ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും മറ്റ് സംഘങ്ങൾ ഉൾപ്പെടെ ഇവരെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്.